അടിപൊളി കലക്കി. ഇനി ഈ നഗരത്തെ ഞാൻ ചുറ്റിക്കും. ഈ സിറ്റിയിലുള്ളവരെല്ലാം പാവങ്ങളാണ്. അവരുടെ പാവത്വം ഞാൻ തീർച്ചയായും മുതലെടുക്കും. ഇവിടെയുള്ള എല്ലാവരുടെ ശബ്ദം പോലും ഞാൻ സ്വന്തമാക്കും. അവരുടെ ശബ്ദം അവർ എപ്പോഴും പുറത്തെടുക്കുന്നുവോ ആ സമയം എന്റെ ഫൈൻ ഞാൻ വസൂലാക്കും. എന്റെ പേര് ചീറ്റം സിംഗ് എന്നാണ്. ചീറ്റ് ചെയ്യുന്നത് എന്റെ ഒരു ഹോബിയാണ്. നീ ശബ്ദിച്ചാൽ നിനക്കും ഞാൻ ഫൈൻ ഇടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആന, ഇന്നത്തെ എന്റെ ആദ്യത്തെ ഇര ഇവൻ തന്നെ. ഹലോ, താങ്കളുടെ ആ മധുരമായ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കുമോ പ്ലീസ്? കണ്ടിട്ട് എന്റെ ആരാധകനാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ദാ പിടിച്ചോ. ഇതാ തന്റെ ശബ്ദം റെക്കോർഡായി. എടോ മണ്ടച്ചാരായ ആനെ, ഇന്ന് തുടങ്ങി തന്റെ ഈ ശബ്ദത്തിന്റെ അവകാശം എനിക്കാണ്. ഓക്കെ, താൻ ആ പാട്ട് കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ. എന്താ താൻ വീണ്ടും ശബ്ദിച്ചു. വേഗമെടുക്ക്, പെനാൽറ്റി. ഇവനൊക്കെ എന്തൊരു മണ്ടനാണ്. ഞാൻ പറഞ്ഞപ്പോ അതുപോലെ കേൾക്കുകയും ചെയ്തു. ആഹാ, അതേ നേരം വെളുത്തു. ഞാൻ നാട്ടുകാരെ വിളിച്ചുണർത്തേണ്ട സമയമായി. എന്നാ പിടിച്ചോ. അടിപൊളി കോഴിച്ചേട്ടാ, ഞാൻ നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ശബ്ദത്തിന്റെ അവകാശി ഞാനാണ്. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു? അതെ, താൻ അതേത് പറഞ്ഞതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. താനത് സമ്മതിച്ചെന്ന് തെളിവ് കിട്ടി. തന്റെ ശബ്ദത്തിൽ എനിക്കല്ലേ അവകാശം? അതെ. കണ്ടില്ലേ, താൻ അതേന്ന് സമ്മതിച്ചു. അയ്യോ അല്ല, ഞാനും ഇതുപോലെ കൂവാൻ വേണ്ടി കുറെ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതെങ്ങനെയാ ചെയ്തത്? അയ്യോ അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. വേഗം എടുക്കേണ്ട പെനാൽറ്റി. ഇത് എനിക്ക് അവകാശപ്പെട്ട ശബ്ദമാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണാൻ പോകുന്നത്. നല്ല രസമായിരിക്കും. സിനിമയുടെ പേരെന്താണ്? പശുവിന്റെ ചൊറിച്ചിലും മാറും, പുറത്തിരിക്കുന്ന കക്കയുടെ വിശപ്പും തീരും. ഇതെന്ത് പേരാണ്? പേരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല പഞ്ചിങ് ഡയലോഗുള്ള സിനിമയാണിത്. നീ എന്തോന്നൊക്കെയാണ് ഈ പറയുന്നത്? അതെ, സിനിമയിലെ ഹീറോ നല്ല പഞ്ച് ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗ് കേട്ട പബ്ലിക്കേ തിയേറ്ററുകാരെ ചെന്ന് നന്നായിട്ട് വളഞ്ഞു. എന്നിട്ട് 4 പഞ്ചങ്ങ് വെച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പോപ്കോൺ എന്തിനാ പാത്രത്തിൽ കിടന്ന് ചാടുന്നതെന്ന്? കാരണം തിയേറ്ററിൽ പോപ്കോൺ ആവശ്യക്കാർ കൂടുതലാ. അതിന്റെ സന്തോഷത്തിൽ അത് തുള്ളിച്ചാടുന്നത്. നിർത്തറാ. ഈ വണ്ടി എങ്ങനെ നിർത്താനാ? സിഗ്നല് ഗ്രീൻ അല്ലേ? സാധാരണ റെഡിൽ വരുമ്പല്ലേ നിർത്താറ്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ അനിയൻ വന്നു. ഞാൻ പറഞ്ഞു കുക്കുടൂക്കൂ. പിന്നീട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? അവൻ എന്നോടും കുക്കുടൂക്കൂ എന്ന് തന്നെയാ പറഞ്ഞത്. കുക്കുടൂക്കൂ. നിങ്ങളുടെ ശബ്ദവും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ കുക്കുടു കുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെനാൽറ്റി തരേണ്ടി വരും. അയ്യോ, നമ്മളിപ്പോ ഇനി എന്ത് ചെയ്യും? ഇനി നിങ്ങൾ ഒരിക്കലും അത് പറയാതിരുന്നാൽ മതി. എന്ത് പറയരുതെന്നാ പറയുന്നേ? എടി കുക്കുടൂക്കൂ. ഇപ്പൊ നിങ്ങൾ കരഞ്ഞില്ലേ കുക്കുടു കുക്കൂന്ന്? ഇനി വേഗം എനിക്ക് എന്റെ പെനാൽറ്റി. ഫൈൻ തരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഈ മുട്ട മതിയാവോ? മതിയാവോന്നല്ല, മതിയായി. ഒരു മനോഹരമായ ചിത്രം കണ്ടാൽ ഇംഗ്ലീഷുകാർ എന്ത് പറയും? നീ ബൗബോ എന്ന് പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഇനി കുറച്ചു കഴിഞ്ഞാൽ അതിന് നീ ഫൈൻ തരേണ്ടി വരും എനിക്ക്. അല്ല, ഇതിനു മുമ്പ് നീ എങ്ങനെയാ കുറച്ചിരുന്നത്? ഒന്ന് കാണിച്ചു തന്നെ എനിക്ക്. പെട്ടുപോയില്ലേ നീ? ഇനി വേഗം ഫൈൻ എടുക്ക്. എന്തിന്റെ ഫൈനാടാ? ആരാടാ നീ? അയ്യോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ്. എല്ലാം വൃത്തിയാക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പേരെന്താണ്? സീപ്പറെല്ലാം വൃത്തിയാക്കുന്ന ആളല്ലേ? നീയാണെങ്കിൽ ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യുന്നു. അതെ, ഞാനും ഇവരുടെ പോക്കറ്റ് ക്ലീൻ ചെയ്യല്ലേ. അപ്പൊ ഞാനും ഒരു സീപ്പർ അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ പൊന്നു കൂട്ടുകാരെ?
അതിരിക്കട്ടെ, ആരാണ് സാധാരണ പമ്മി പമ്മി വരാറ്? കള്ളൻ. അയ്യോ അല്ല, ചീറ്റം. ആ, നീ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നോണ്ട് മാത്രം അതിന്റെ അവകാശവും നിനക്ക് വരില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ മണ്ടന്മാരാക്കരുത്. എല്ലാ ജന്തുക്കളുടെ ശബ്ദത്തിലും എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ അവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഞാൻ ഫൈൻ വാങ്ങും. ദേ നോക്ക്, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. കൂട്ടുകാരെ, ഇവൻ ഒരിക്കലും ശരിയാവില്ല. ഇവന്റെ കയ്യിൽ നിന്ന് റെക്കോർഡർ പിടിച്ചു വാങ്ങി ഇവനൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അവന്റെ റെക്കോർഡർ വാങ്ങിച്ചിട്ട് വരാം. എടോ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്, വേഗം മാറി നിന്നോ. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് മഴ നനയണ്ട. എടാ മര കഴുതേ, ഏപ്രിൽ മാസത്തിൽ നിന്റെ അപ്പൂപ്പ കൊണ്ടുവരുമോ മഴ? വേഗം പോയി പിടിക്കടാ അവനെ. നില്ലടാ. ഇനി റെക്കോർഡർ കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിനിമ മിസ്സായി പോവില്ലേ? എടാ മര കഴുതേ, അങ്ങനല്ല. ചീറ്റ എല്ലാരെയും വ്യാജ തെളിവുകൾ കാണിച്ച് വീണ്ടും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാ അവന്റെ ഒരു സിനിമ കാണാൻ പോക്ക്. സിനിമയുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ജീവിതത്തിൽ ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആയിരിക്കും. ആ റെക്കോർഡർ കിട്ടിയോണ്ട് കാര്യമില്ല, അവനെ പിടിച്ചു കെട്ടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ തെറ്റാണെന്ന്. ചീറ്റ ഒരു പാഠം പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം, എല്ലാരും കേട്ടോ? എന്നാ പോയാലോ? A for ഔ, B for ബാറ്റ്. C for ഡാച്ചു ഡാച്ചു പക്ഷേ ഇത് ഡീലല്ലേ തുടങ്ങുന്നേ. അതെനിക്കറിയാം മാഡം. പഠിത്തത്തിലാണെങ്കിലും ഞാൻ എന്റെ കഴുത്തര എങ്ങനെയാണ് മറയ്ക്കുന്നത്? മിസ് 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 മിസ്. എക്സ്ക്യൂസ് മീ മാഡം, ഒരു സർവേക്ക് വേണ്ടി എല്ലാ കുട്ടികളെ കൊണ്ട് ഹലോ പറയിക്കണമായിരുന്നു. ഓഹോ, അതിനെന്താ, തീർച്ചയായും കുട്ടികളെ അങ്കിളിനോട് ഹലോ പറയൂ. ഹലോ അങ്കിൾ. അതിരിക്കട്ടെ, താങ്കൾ എന്തിനാ സർവേ ചെയ്യുന്നത്? സർവേയോ? വന്ന കാര്യം എന്തായാലും കഴിഞ്ഞു. എല്ലാവരുടെ ശബ്ദവും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരോട് ഹലോ പറയാൻ പറഞ്ഞത്. കുട്ടികളെ, ഇനി നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പായി എന്നോട് പെർമിഷൻ വാങ്ങേണ്ടി വരും. ഫീസ് ഫീസ്. ആ, ദാ ഇപ്പൊ നീ സംസാരിച്ചല്ലോ, ഫൈൻ എടുക്ക്. അതെ, ഞാൻ ഈ ക്ലാസ്സിലെ ഫീസിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നേ. മാഡം ഫീസ് ഫീസ്. ആ, ഇപ്പൊ നീ ഏതായാലും ശബ്ദിച്ചില്ലേ, ഫൈൻ എടുക്ക്. എന്തിനാ ഫൈൻ തരുന്നേ? ഞാൻ എന്റെ കൂട്ടുകാരൻ അസീസിനെ വിളിച്ചത്. എടാ അസീസേ, ഫീസ്. വീണ്ടും നീ ശബ്ദിച്ചില്ലേ, അതിലുള്ള ഫൈനാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈക്കിളിന്റെ കാറ്റ് പോണ ശബ്ദം അനുകരിക്കാറുണ്ട്. ഫീസ്. ഓ, ഇത് വല്ലാത്ത തലവേദന ആയല്ലോ. ഇവരുടെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കാന്ന് വെച്ചപ്പോ ഈ പയ്യൻ എന്നെ കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പിക്കുകയാണല്ലോ. ആഹാ, അടുത്ത ശബ്ദം കിട്ടി. കാക്ക കരയുകയും ചെയ്തു. ആ ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഏതായാലും ഇതിലും എനിക്ക് അവകാശമുണ്ട്. വേഗമാകട്ടെ, എനിക്ക് എന്റെ ഫൈൻ താ. എന്റെ മോനെ കുറെ നേരം കാണാനില്ല, ഞാൻ അവനെ അന്വേഷിക്കുകയാണ്. നീ എവിടെയാണ്? നീ എവിടെയാണ്? നീ എവിടെയാണ് മോനെ? എന്റെ അമ്മോ, നിങ്ങൾ ഇവിടെയും വന്നോ? ഇങ്ങനെ പേടിപ്പിക്കരുത്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പിലെത്തിയല്ലോ. ആദ്യം താൻ കുപ്പി തുറന്നു. അതിനുശേഷം കുപ്പിയിലുള്ള മഷി എന്റെ കയ്യിലേക്ക് ഒഴിച്ചു. ഞാൻ ആ കാക്കയിൽ നിന്നും ഫൈൻ ഈടാക്കാൻ പോവുകയായിരുന്നു. സോറി, ഈ പോപ്പട്ട് ഒരിക്കലും മര്യാദയ്ക്ക് ജോലി ചെയ്യില്ല. ഇതാ പിടിച്ചോ, ഈ പേപ്പർ കൊണ്ട് തുടച്ചോ. അത് തട്ടിപ്പറിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ടിഷ്യൂ പേപ്പർ എനിക്ക് തന്നത്? ഇത് ടിഷ്യൂ പേപ്പർ അല്ല, സീൽ പേപ്പറാ. നമ്മൾ തമ്മിൽ ഡീൽ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അല്ല, അതെന്ത് ഡീലാണത്? അതായത് നിന്റെ ശബ്ദത്തിന് ഞങ്ങൾക്കും അവകാശമുണ്ട്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിനക്ക് പണി കിട്ടും. ഒരു വാക്കിന് 12 ഇടിയാണ്, 2 വാക്കിന് ഒരിടിയേ കിട്ടുള്ളൂ. അതെന്താ 2 വാക്കിന് ഒരിടി കൊടുക്കുന്നേ? ആ ഒരു ഇടി ഇടിക്കുന്നത് ഒരു ആനയായിരിക്കും. അയ്യോ, ഇത് ചീറ്റിംഗ് ആണ്. അവൻ ദാ ഡീല് മറന്നിരിക്കുന്നു. 4 വാക്കുകൾ പറഞ്ഞു അവൻ. അടിക്കവനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഓരോ വാക്ക് കിട്ടി. അപ്പൊ എല്ലാവരുടെയും കൂടി ചേർത്ത് ഒരു 12 ഇടിയെങ്കിലും ഇടിക്കാലോ. നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന്. 7 വാക്കുകൾ പറഞ്ഞു. ഇന്നിനിപ്പോ പാർട്ടിയാണ്. കൂട്ടുകാരെ, അടിക്ക്. വേണ്ട, അടിക്കരുത്. ഇപ്പൊ നിന്റെ തെറ്റുകൾ നിനക്ക് മനസ്സിലായോ?
തീർച്ചയായും. ദാ പിന്നെയും പറഞ്ഞൊരു വാക്ക്, ഒരു 12 ഇടിയും കൂടി ഇടിച്ചോ. ഓരോരുത്തരുടെയും ശബ്ദത്തിന് അവകാശി അവര് തന്നെയാണ്. ആ അവകാശം നിനക്ക് ഒരിക്കലും കിട്ടില്ല ചീറ്റ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. നമ്മൾ വെറുതെ പിള്ളമാരുടെ പുറകെ പോകേണ്ട കൊച്ചളിയാ. അവരവിടെ നിന്ന് സ്വസ്ഥമായിട്ട് സൗകര്യം പോലെ ചൊറിഞ്ഞോട്ടെ. ഇവൻ ഏതായാലും ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചല്ലോ. എടാ മണ്ട, ഇതൊരു പഴഞ്ചൊല്ല. കൊച്ചളിയാ, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും പഴഞ്ചൊല്ലുണ്ടോ? ഇവന് മാപ്പ് പറയാൻ പറ്റിയ എന്തെങ്കിലും പഴഞ്ചൊല്ല്? ഓ നിങ്ങൾ എല്ലാരും എന്നോട് ക്ഷമിക്കണം. ദൈവത്തെ ഓർത്ത് പോലീസിനെ വിളിക്കരുത്. ഞാൻ കാലി പിടിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും സംസാരിച്ചോളൂ. ആരും ഫൈൻ വേണമെന്ന് പറയില്ല. നീ, 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 നീ. ആ, ദേ പോലീസ് വന്നല്ലോ. അയ്യോ വേണ്ട. അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഇങ്ങനെ തമാശ കെട്ട് ചിരിക്കുന്നതിലൂടെ ആയുസ് കൂടിക്കൊണ്ടേയിരിക്കും.